ഓക്കെ. നമസ്കാരം കൂട്ടുകാരെ. നമസ്കാരം. നമസ്കാരം. അഭിരാമിയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോർഡിനേറ്റർ. ഇവിടെ ഒരു ടൂൺ കൊടുക്കാം. ഓക്കെ, എനിക്കപ്പോ അഭിരാമി ആ സെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ ഒരു 4 മാസം മുന്നിലത്തെ എന്നെ ഓർമ്മ വന്നു, 2 മാസം മുന്നിലത്തെ ജനയെ ഓർമ്മ വന്നു. ഒരു പേനയും കൊണ്ട് രാവിലെ ഇരുന്ന് എഴുതും, വൈകിട്ടാകുമ്പോഴായിരിക്കും ചിലപ്പോൾ അവിടെ നിന്ന് എഴുതി. ഞങ്ങൾക്ക് തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കാര്യമാണ് കണക്ക്. അതെ, അത് കണക്കാ. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു, ചെറിയ ചെറിയ ജോലികൾ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ അല്ല. ഇപ്പോൾ വന്ന ഓരോ കോർഡിനേറ്റേഴ്സിനും അതിൻ്റേതായ ജോലികളുണ്ട്. അതായത് ആ ഒരു സമയത്ത് അവർക്ക് വേണ്ട ഒരുപാട് ജോലികൾ ഇങ്ങനെ അവരുടെ അടുത്തോട്ട് വരും. ഇങ്ങനെ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുക, ഓരോ ക്ലാസ്സിൻ്റെ ഫീസും അങ്ങനെ ഡീറ്റെയിൽസും ഒക്കെ ഇങ്ങനെ എല്ലാം കൂടെ എഴുതിക്കൊണ്ട്, അപ്പോൾ കണക്ക് എനിക്ക് ടോട്ടൽ കൂട്ടി കറക്റ്റ് ഗ്രൂപ്പിലിട്ടപ്പോൾ അതല്ല കണക്ക്. അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തോ ചെയ്യും ഇനി? ഏത് കണക്കെടുത്ത് വെച്ച് ടീച്ചറിനോട് പറയും? ശാലിനി ടീച്ചറിനെ അറിയിക്കണല്ലോ, ചേച്ചി എടുത്ത് പറയാം എനിക്ക് കണക്കുണ്ട്, കണക്കില്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കണക്ക് വെച്ചിട്ടൊന്നും ചെയ്യാനും ഒക്കത്തില്ല. ഫസ്റ്റ് കോർഡിനേറ്റർ ഞാനായിരുന്നു. അന്ന് എനിക്കുണ്ടായിരുന്ന ഡ്യൂട്ടി എന്തെന്ന് വെച്ചാല്, ജസ്റ്റ് നമ്മുടെ പ്രാക്ടീസ് ടൈം കറക്റ്റ് ടൈമിൽ തുടങ്ങുക, നിർത്തുക, പ്രാക്ടീസ് മുടങ്ങാതെ പോവാ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം. അപ്പോൾ ജന എത്തിയപ്പോഴത്തേക്കും കുറച്ചും കൂടി, എന്നിട്ട് അഭിരാമി എത്തിയപ്പോൾ കുറച്ചും കൂടി. അപ്പൊ പിന്നെ ശ്രീലക്ഷ്മി, സിദ്ധി, മീനാക്ഷി, സിദ്ധി, ലാസ്റ്റ് സിദ്ധി എത്തിയപ്പോൾ കുറേയും കൂടി. എന്നിട്ട് ഞാൻ രണ്ടാമതായി. അപ്പോ അതായത് ഇത്രയും എൻ്റെ ചെറുത് കൂടി വന്നിട്ട് ഞാൻ വീണ്ടും എത്തി. അപ്പൊ ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടുതലായി എനിക്ക് വന്നത് സൈനസ് വരുമായിരുന്നു. കാരണം ടെൻഷൻ, എന്ത് ചെയ്യണം, ഇത്രയും കണക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, അത് ചെയ്യണം, ചേച്ചി തരുന്ന ഓരോരോ ഡ്യൂട്ടി അങ്ങനെയൊക്കെ വരും. മെയിൻ ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ. അതായത് നമ്മൾ ഒരാളെ ഉള്ളെങ്കിലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കി നടത്താനായിട്ട് പറ്റണം. എല്ലാ ഫീൽഡിലും നമ്മുടെ കാര്യം അവിടെ എത്തണം. ആദ്യമേ ജസ്റ്റ് ഒരു പ്രാക്ടീസ് തുടങ്ങി, പിന്നെ വന്നതെന്ന് വെച്ചാൽ ക്ലാസ് ഓക്കെ ആണോ എന്നുള്ള കാര്യം, ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ഓക്കെ ആണെന്നുള്ള കാര്യം, സ്റ്റുഡൻസിന് ക്ലാസ് ഓക്കെ ആണെന്നുള്ള കാര്യം, അങ്ങനെ ക്ലാസ് ബേസ് കുറേ കാര്യങ്ങൾ, ഫീസ് ബേസ് കുറേ കാര്യങ്ങൾ, ഷൂട്ട് ബേസ് കുറേ കാര്യങ്ങൾ, അങ്ങനെ ഫുള്ള് വരുമ്പോൾ നമുക്കിങ്ങനെ സ്റ്റക്കാവും തല. ചെറുതിലേ തൊട്ട് അങ്ങനെയാണ് ഞങ്ങളെ ശീലിപ്പിച്ചത്. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്ത് വരണമെന്നാണ് ശീലിപ്പിച്ചേ. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. രണ്ടാമത്തെ വർഷമായതുകൊണ്ട് ചേച്ചി പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് കഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ നല്ല ഗുരു ആയതുകൊണ്ട് ചേച്ചിയുടെ ഉള്ള കണക്ക് എൻ്റെ അടുത്ത് ചോദിക്കും. നൈറ്റ് ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ കണക്കൊന്ന് അയച്ചേക്കോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഭ്രാന്ത് പിടിച്ച് കണ്ടുപിടിച്ചിട്ട് അയച്ചു കൊടുക്കും. അപ്പം അതെൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമതായിട്ട് കോർഡിനേറ്റർ ആയത് ഞാനായിരുന്നു. അപ്പം അതിൽ ഒരുപാട് കാര്യം, അതായത് ഞാൻ ആദ്യം ആയപ്പോഴത്തേക്കും ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഇവരുടെ പ്രാക്ടീസ് കറക്റ്റ് ആണോ എന്ന് നോക്കുക, ചിട്ട കറക്റ്റ് ചെയ്യുന്നത്, അതായത് ഫുഡ് കറക്റ്റ് കഴിക്കുന്നുണ്ടോ, വെള്ളം കറക്റ്റ് കുടിക്കുന്നുണ്ടോ, നട്ട്സ് കറക്റ്റ്, അതായത് എല്ലാ കാര്യങ്ങളും കുഞ്ഞു കാര്യങ്ങൾ പോലും എനിക്ക് നോട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കണക്ക് ബേസ്, അതായത് നിത്യതി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ മെയിൻ എല്ലാ കാര്യങ്ങളും കടന്നു പോകുന്ന ഒരു വ്യക്തി ഞാനായി മാറി. അതായത് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ കൂടെയുള്ളവർക്ക് നമുക്ക് പാർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ ചെയ്യണം, ഇത് ഇങ്ങനെ ഇത്ര സമയത്തുള്ള ഇതിങ്ങനെ തീരണം. പക്ഷേ ഇതിലെവിടെയെങ്കിലും ഒരു ഫോൾട്ട് വന്നാൽ ചോദ്യം വരുന്ന എന്നോടായിരിക്കും. ഒരു സ്ഥാപനത്തിൻ്റെ മുകളിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് അതായത് നമ്മുടെ കൂടെയുള്ളവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്ഥാപനം ഇപ്പോൾ 2 മാസം കൊണ്ട് അത് എത്ര കാര്യങ്ങൾ അച്ചീവ്മെൻറ്റ് ചെയ്തു, നമ്മൾ എത്രത്തോളം അതിലോട്ടായി വന്നു, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ മൈനസാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ പോസിറ്റീവായി, ഞാൻ ഇത്രയും പ്രവർത്തിച്ചതിൽ എന്തൊക്കെ വർക്കുകൾ കൂടി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയും അതിലൂടെ നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ എത്രത്തോളം അത് മെയിൻറ്റെയിൻ ചെയ്തത്, നമ്മളിലൂടെ അവരെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുക, ഇല്ലേ? എല്ലാം പ്രോപ്പർ എല്ലാ കാര്യവും ചെയ്യുകയും അവൾ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മളെ ചെയ്യിക്കാൻ അവൾ ഒരുപാട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ മിസ്റ്റേക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ, നമ്മളുടെ കുറച്ച് മടികളല്ലാണ്ട് അവളെ ബേസ് ചെയ്ത് അവൾ എല്ലാം എനിക്കൊന്നും എല്ലാം കറക്റ്റ് ചെയ്യണം ചെയ്തിട്ട് നമ്മളത് ചെയ്യാൻ വേണ്ടി അവൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഒരാളിലൂടെ എല്ലാം പോകുന്ന രീതിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിലേറെ ഒരുപാട് നന്ദിയാണ്. അതായത് പണ്ട് ഒരു കാര്യം ചെയ്ത ഫോൾട്ടാണ്, ഞങ്ങൾക്ക് നല്ല രീതിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ഫോൾട്ട്, അതായത് ചില സമയം
ചേച്ചി ഇങ്ങനെ ഒന്നും ഞങ്ങൾ ഇതുവരെ വഴക്ക് പറഞ്ഞിട്ടില്ല. ചേച്ചിക്ക് ഞങ്ങളെ കൊണ്ട് ഒരുപാട് നഷ്ടം കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഇങ്ങനെ മക്കൾ മുന്നോട്ട് പോകും. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അന്ന് 10 കാര്യം എടുത്താൽ 10 ഫോൾട്ടാണ്. ആ 10 വരുന്ന സബ്ജക്റ്റ് 20 ആണെങ്കിൽ 20 ഓരോരോ ഫോൾട്ട് കാണുമായിരിക്കും. ഇപ്പോൾ ആ 10 എടുത്താൽ ചിലപ്പോൾ 2 ഫോൾട്ടൊക്കെ വരത്തുള്ളൂ. അതും ഞങ്ങൾ സോൾവ് ചെയ്യാൻ പഠിച്ചു കുറേ. ഈ ഒരു കുറഞ്ഞ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യം കറക്റ്റ്, അതിൽ ഒരു മിസ്റ്റേക്ക് രീതി വരില്ല. ആദ്യം അവിടെ ഓണം സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് എൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ വരെ ഉള്ളത് ഇങ്ങനെ കടന്നു പോകും, ഒരു റൂട്ട് മാപ്പ് പോലെ. പക്ഷെ അത് ഇപ്പോഴാണ് ആയി വന്നത്. അതിലും ഫോൾട്ടുകൾ വരാം, ഇപ്പോഴും പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഒരു നേർരേഖയെങ്കിലും വരുത്താനുള്ളത് ഞങ്ങൾക്ക് ഈ ഒരു വർഷം കൊണ്ട് കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ആക്കിയെടുത്തത് ഈ കോർഡിനേറ്റർ. ഒരു കാര്യമുണ്ട്, ഒരു സെന്റൻസ് ഇപ്പൊ പറയാം. അതായത് നമ്മൾ കുറേയേറെ കാര്യങ്ങൾ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. അതെ, കുറച്ച് കാര്യങ്ങൾ ഒരുപാട് അറിഞ്ഞിരിക്കണം. ആ ഒരു കാര്യമാണ് ചേച്ചി ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അത് എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൈ ഉണ്ടായിരിക്കണം. എന്ത് കാര്യം ഇങ്ങനെ ഒരാളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഒക്കെ ഇല്ല, പക്ഷെ ചില കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠയാവണം.